ഒരിക്കലും അലക്സാണ്ടർ ഗ്രഹാം ബെൽ ശ്വസിച്ച അതേ വായു. ഹലോ, ഓപ്പറേറ്റർ സ്പീക്കിംഗ്. പണ്ടത്തെ ക്ലോക്ക് ഇപ്പോഴും വർക്കിംഗ് ആണ്. ട്യൂബർക്ലോസിസ് പറഞ്ഞാൽ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ 2 ബ്രദേഴ്സും മരിച്ചു. സോ അന്നേരം ഫ്രഷ് എയർ ആണ് ഇവിടെ കാനഡയിൽ. അതുകൊണ്ട് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി വന്നതാണ്. ഞാൻ പറഞ്ഞ എല്ലാം തെറ്റല്ലേ? ഹലോ, നമ്മൾ ഇന്ന് പോകുന്നത് ടെലഫോൺ കണ്ടുപിടിച്ച് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ വീട്ടിലേക്കാണ്. ഇവിടെ കാനഡയിൽ ഒന്റാരിയോ പ്രൊവിൻസിൽ ബ്രാൻഫോർഡിലാണ് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ ഫാമിലി ഹോം. സോ ഇവിടെ വെച്ചാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആദ്യത്തെ ലോങ് ഡിസ്റ്റൻസ് സക്സസ്ഫുൾ കോൾ ചെയ്യുന്നതും അതിന്റെ പ്രിൻസിപ്പിൾസ് കണ്ടുപിടിക്കുന്നതും എല്ലാം ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ബ്രാൻഫോർഡിനെ ദ ടെലഫോൺ സിറ്റി ഓഫ് കാനഡ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയാണിത്. സോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. സോ നമുക്കൊന്ന് പോയി നോക്കിയാലോ? അപ്പൊ ഇന്ന് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സസ് കനേഡിയൻ മല്ലു. ഇന്ന് ആക്ച്വലി ചെറിയ മഴയൊക്കെ ഉള്ള ഒരു ദിവസം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇത് ആക്ച്വലി 4 മണി വരെ ഓപ്പൺ ആണെന്ന് ഗൂഗിളിൽ കണ്ടു. അപ്പൊ പിന്നെ വിചാരിച്ചു ഉച്ചക്കൊക്കെ ഒന്ന് എണീറ്റ് റെഡി ആയിട്ട് അങ്ങ് ഇറങ്ങാന്ന് വിചാരിച്ചു. ഞങ്ങൾ താമസിക്കാൻ അടുത്താണ്. ഇത് ബ്രാൻഫോർഡ് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചാൽ വീക്കെൻഡ് അല്ലേ ചുമ്മാ പോവാം എന്ന് വിചാരിച്ചിറങ്ങിയതാ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ. ഫുൾ മരങ്ങൾ. ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് ഫുൾ മരത്തിലൊക്കെ ഇലയൊക്കെ വന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ പോവാൻ. അങ്ങനെ ഇവിടെ തന്നെ പാർക്കിങ്ങും എല്ലാം സെറ്റപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോവാണ്. നല്ലൊരു ഗാർഡൻ ഏരിയയും. ആക്ച്വലി ഒരു കൊച്ചു വീടാണെന്നാ തോന്നുന്നത്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഇതിനകത്ത് ഫുള്ള് കുറച്ച് എഡ്യൂക്കേഷണൽ ട്രിപ്സ് ഒക്കെ ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്ന പോലെ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നമുക്ക് എന്തായാലും കയറി നോക്കാം. അങ്ങനെ ആദ്യമേ കാണുന്ന ഓഫീസ് ബിൽഡിങ്ങിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ സുവനീർ ഷോപ്പാണ്. അതേപോലെ ടിക്കറ്റ്സ് എടുക്കേണ്ട കൗണ്ടറും അതിനകത്തിലുണ്ട്. നിങ്ങൾക്ക് കനു ആപ്പ് ഉണ്ടെങ്കിൽ ഫ്രീ എൻട്രൻസ് ആണ്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനും പറ്റും. അതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ വില്ലയുടെ സൈഡിലേക്ക് വന്നു. ഇവിടെ ഫ്രീ ഗൈഡഡ് ടൂർസ് അവൈലബിൾ ആണ്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയാം. ഇത് ആക്ച്വലി അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ ഫാമിലി ഹോമാണ്. അതായത് ഫാദർ മെൽവിലിന്റെയും അമ്മ എലൈസയുടെയും വീടാണിത്. ആദ്യമേ ഈ വീടിനെ മെൽവിൽ ഹൗസ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. 1858 പണിഞ്ഞ ഒരു ഇറ്റാലിയൻ ഫാം ഹൗസ് ആണിത്. ആദ്യമേ നമ്മൾ കയറുന്നത് എവ്രിഡേ റൂമിലേക്കാണ്. ഇത് നമ്മൾ ബേസിക്കലി എല്ലാവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഹോള് കണക്ക് തന്നെയാണ്. ഈ റൂമിൽ ഒരു പഴയ ഫോൺ ഉണ്ട്. ആ ഫോണിനെ പറ്റി ഗൈഡ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. So you would listen, but you would also talk. You had to move it back and forth. Okay. By 1878, you had call bells to let you know when you had a call. അലക്സാണ്ടർ ഗ്രഹാം ബെൽ ബോസ്റ്റൺ സ്കൂൾ ഓഫ് ഡെഫിലെ ഒരു ടീച്ചറായിരുന്നു. ആ കാലത്ത് ഡെഫ് സ്റ്റുഡൻസിനെ സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഒരു ചാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന ചാർട്ടാണ്. ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല. ഇനി കുറച്ച് ഹിസ്റ്ററി ആയാലോ? 1870 അലക്സാണ്ടർ ഗ്രഹാം ബെല്ലും പേരൻസും സ്കോട്ട്ലൻഡിൽ നിന്നും കാനഡയിലേക്ക് മൂവ് ചെയ്യുന്നത്. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ 2 ബ്രദേഴ്സും ട്യൂബർക്ലോസിസ് വന്നാണ് മരിക്കുന്നത്. അലക്സാണ്ടറിനും ട്യൂബർക്ലോസിസ് ബാധിച്ചപ്പോൾ കാനഡയിലെ ക്ലീൻ എയർ അത് ക്യൂർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് അവരുടെ പേരൻസ് എല്ലാവരും കൂടി കാനഡയിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു ഫാം ആയിരുന്നു. ആൻഡ് മൂവ് ചെയ്ത് 8 months കഴിഞ്ഞപ്പോഴത്തേക്കും അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ സിക്നസ് ക്യൂർ ആവുകയും ചെയ്തു. അതിനുശേഷമാണ് ബോസ്റ്റൺ സ്കൂൾ ഓഫ് ഡെഫിലെ ടീച്ചിങ് ജോബിലേക്ക് കയറുന്നത്. പേരൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ $2,500 വീട് വാങ്ങി. പ്ലസ് എത്ര ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് അല്ലേ? 10 acres ഓഫ് ലാൻഡും പിന്നെ അവർക്ക് എത്രയോ ആനിമൽസും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ എത്തിയേക്കുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. ഇവിടെ അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറെ പാത്രങ്ങളൊക്കെ നമുക്ക് കാണാം. അതേപോലെ ആദ്യമായി ടെലഫോണിൽ പ്ലേ ചെയ്ത മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും നമുക്ക് ഇവിടെ കാണാം. അതേപോലെ ഈ വീട്ടില് എലൈസ വരച്ച ഒരുപാട് പോർട്രേറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെയും ബ്രദേഴ്സിന്റെയും ഈ പോർട്രേറ്റ്. അതെല്ലാം കണ്ട് അടുത്തത് പോകുന്നത് കിച്ചൺ ഏരിയയിലേക്കാണ്. Clean out the firebox from the day before, light a new fire. He would also bring water in from the well to fill this compartment here so that there was hot water to do the dishes over the course of the day. And he'd make sure there was a good store of chopped wood behind that door out on the side porch to keep the stove going all day. This range was made here in Brantford in 1881. It is still a working stove. We do still use it from time to time. In Mrs. Bell's day, this probably cost about $40. Which seems unbelievable to us, but for some people that was almost a month's salary in their time. കിച്ചണിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും പാൻട്രി വരും. ഇത് ആക്ച്വലി അന്ന് അവർ യൂസ് ചെയ്തിരുന്ന വാഷിംഗ് മെഷീൻ ആയത്. ഇത് പാൻട്രിക്കകത്തിലാണ് ഇവര് പാത്രം കഴുകുന്നതും. ഈ പാൻട്രിയുടെ താഴെ ഒരു
ഡോർ അത് ആക്ച്വലി താഴേക്ക് പോകാൻ വേണ്ടി, അത് വൈൻസ് കോൾഡ് സെല്ലറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കോൾഡ് സെല്ലറിനകത്തിൽ അവർ വൈനൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. പണ്ടത്തെ ലൈറ്റ് ആയിരുന്നു, ഓയിൽ ലൈറ്റ് കണക്ക്. നമ്മുടെ നാട്ടിലെ മറ്റേ മണ്ണെണ്ണ വിളക്കണക്ക്, മോഡേൺ മണ്ണെണ്ണ വിളക്ക്, വെള്ളക്കാരുടെ മണ്ണെണ്ണ വിളക്ക്. പണ്ടത്തെ വീട്ടിൽ ആക്ച്വലി കിച്ചൺ തന്നെ ആയിരുന്നു അവർ ആക്ച്വലി എന്താ വാഷ്റൂമായിട്ട് യൂസ് ചെയ്യുന്നത്. വെച്ചാൽ ഇവിടുത്തെ മെമ്പേഴ്സ് ആക്ച്വലി വൺസ് ഇൻ എ വീക്കായിരുന്നു കുളിക്കുന്നത്. അന്നേരം ഇവരെന്ന് വെച്ചാൽ ഈ സ്റ്റൗവിൽ നിന്ന് ആക്ച്വലി ഹോട്ട് വാട്ടർ എടുത്തിട്ട് ഇവിടെ ടബ് വെച്ചിട്ട് ടബ് ഫില്ല് ചെയ്തിട്ടായിരുന്നു അവർ കുളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് യങ്ങസ്റ്റ് വിൽ ഗെറ്റ് ദ ഡർട്ടിയസ്റ്റ് വാട്ടർ, അങ്ങനെയാണ് അവർ പറയുന്നത്. ഇനി നമ്മളതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവാണ്. ടോപ്പ് ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് 4 ബെഡ്റൂംസ് ആണ് കാണാൻ പറ്റുന്നത്. അതിലെ ആദ്യത്തേത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ ബെഡ്റൂമാണ്. അതിനുശേഷം ലാബ് ആൻഡ് എക്സ്പെരിമെന്റ്സിന്റെ ഭാഗമായി അലക്സാണ്ടർ ഗ്രഹാം ബെൽ താഴത്തെ ഫ്ലോറിലേക്ക് ഷിഫ്റ്റ് ആവുകയും ഇത് പിന്നീട് ഗസ്റ്റ് റൂമായി മാറുകയും ചെയ്തു. ആ റൂമിന് താഴെ പോകുമ്പോൾ കാണാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഉള്ള റൂമാണ് മെൽവിലിന്റെ റൂം. മെൽവിൽ വാസ് അലക്സാണ്ടർ ഗ്രഹാം ബെൽസ് ഫാദർ. സോ അന്നത്തെ കാലത്ത് ആക്ച്വലി ഹസ്ബൻഡും വൈഫും രണ്ട് റൂമിലാണ് കിടന്നുകൊണ്ടിരുന്നത്. മെയിൻലി ബിക്കോസ് ട്യൂബർക്ലോസിസ് ഒക്കെ ഉള്ള കാലമായതുകൊണ്ട് ഈവൻ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് മെൽവിലിന്റെ റൂം. ഇതിന്റെ ഓപ്പോസിറ്റിലാണ് എലൈസയുടെ റൂം. ഇനി നെക്സ്റ്റ് നമുക്ക് എലൈസയുടെ റൂം കാണാം. അടുത്ത നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണ്, ഇതാണ് എലൈസയുടെ റൂം. നല്ല രസമാണ്. ഇവർ നല്ല രീതിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് പുള്ളിക്കാർ വരച്ചിരുന്ന പോർട്രേറ്റ്സ് എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്ക് പക്ഷേ ഈ ബെഡിലൊന്നും ഇരിക്കാൻ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, ബിക്കോസ് ഇതിൽ ഓൾറെഡി എല്ലാ റൂംസിലും അവരിങ്ങനെ എന്താ പറയുക കയറി കെട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ സിസ്റ്റർ ഇൻ ലോയുടെ റൂമാണ്. നമ്മളിപ്പോൾ താഴെ വന്നിട്ട് നെക്സ്റ്റ് റൂമിലേക്ക് പോവാം. So on the back wall are portraits of Eliza and Melville. These were taken right here in Brantford in 1871, the first full year they were here on the farm. She started to go deaf when she was 13 from ear infections. This is her hearing aid. She carried it everywhere she went. So the long narrow end went to her ear, the other end she'd hold out to whoever was speaking. So I have a model of it here. She'd be using it like this right now to hear what they were saying. ഇപ്പോൾ കാണുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലും വൈഫ് മേബിളിന്റെയും പോർട്രേറ്റ്സ് ആണ്. ഈ പോർട്രേറ്റ്സ് എല്ലാം നമുക്ക് ആ ഫോർമൽ റിസപ്ഷൻ റൂമിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് അന്നത്തെ കാലത്ത് ആ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു 3D ടോയ് കാണാം. ഇത് നമ്മളും കൊച്ചിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം തന്നെയാണ്. ഒരു ഫിലിം കണക്ക് കാണും. അതിന്റെ അകത്തുകൂടെ നോക്കുമ്പോൾ അത് ആക്ച്വലി ഒരു 3D ഇമേജ് പോലെ കാണുന്ന ഒരു സാധനം. അതിന്റെ പേരെന്താന്ന് എനിക്കിപ്പോ ഓർക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യാം. So this was kind of like television for them. So often you'd have a series of these slides that told a different part of the story, and you would take out the slide. So there's actually one on the table behind you there you can pick up and try if you like. That's a modern one that works very much the same. So make sure you look straight ahead. Don't look to the sides. കാണാം. So when you're ready, if you'd like to hit down with എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നില്ല. no hearing aid. അതായത് നമ്മൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് നെക്സ്റ്റ് റൂമിലേക്ക് പോവാം. പേപ്പറാ മറ്റേ എന്താ പറയാ വാൾപേപ്പർ കണക്കെ. അങ്ങനെ നെക്സ്റ്റ് റൂമിലേക്ക് പോവാം. ഇതാന്ന് തോന്നുന്നു വാഷ്റൂം, ബാത്ത്. പക്ഷെ അവർ പറഞ്ഞത് കിച്ചണിനകത്ത് ഒരു ബാത്ത് സെറ്റ് ചെയ്തെന്നല്ലേ. അയാൾക്ക് വേണ്ടി പിന്നെ പണിഞ്ഞാല്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് റൂം. ഇതായിരിക്കും പുള്ളിയുടെ സെക്കൻഡ് ബെഡ്റൂം ആയെന്ന് പറഞ്ഞേ. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ സെക്കൻഡ് ബെഡ്റൂം ആണെന്ന് പറഞ്ഞത് ഇതാണ്. But keep in mind, before any of this, Alec was first and foremost a teacher of the deaf. And in Boston, he was working on devices that would help his deaf students learn to talk, one of which used a real human ear as part of the apparatus. This is not a real one. I'm going to be holding it. He went to Boston University and got human ears from the department where they were doing research on cadavers. He brought one home and really wanted to understand how the human ear worked. Built his first telephone transmitter, and that's it. The hole in the bottom is your mouthpiece. That is where you talk. I'm going to ask you not to handle that chair. It's okay. I know it's easy when you're right beside it. This one Alexander's mother made, so we just have to be a little more delicate with it. So you would speak through here. As you're talking, that drum, just like your eardrum, is in there vibrating. The electromagnet above generates undulatory current from the vibration. So by wiring this transmitter to a telegraph receiver,
he had the first telephone. He used it as we might a telephone receiver. It worked. Not really well. You could tell someone was talking. You couldn't make out words yet. A year later, he's ready to test his second transmitter. This one was almost the eureka moment. This one worked far better. And on the night of March 10th, 1876, between 2 rooms in his boarding house, Alec and his assistant, his name was Thomas Watson, wired transmitter to receiver between 2 rooms and transmitted and received the first full sentence. Mr. Watson, come here, I want to see you. Worked perfectly. Very exciting, but Alec never intended this for commercial use because in this little brass cup here was sulfuric acid. He didn't want people getting hurt, spilling it on their skin. So he went. Why was sulfuric acid placed over there? It was almost like a battery. It improved the sound clarity. So he went back to using electromagnets with his third transmitter and created for the first time a true telephone receiver. This is the model he brought home to Brantford in 1876 to test on the telegraph lines here. അങ്ങനെ 1876 ഓഗസ്റ്റിലാണ് വേൾഡിലെ തന്നെ ഫസ്റ്റ് സക്സസ്ഫുൾ ലോങ് ഡിസ്റ്റൻസ് ടെലിഫോൺ കോൾ ചെയ്യുന്നത്. ബ്രാൻഫോർഡും നിയർ ബൈ സിറ്റിയായ പാരീസും തമ്മിലാണ് ഈ വേൾഡ്സ് ഫസ്റ്റ് സക്സസ്ഫുൾ ലോങ് ഡിസ്റ്റൻസ് ടെലിഫോൺ കോൾ ചെയ്യുന്നത്. അത് ബ്രാൻഫോർഡ് വെച്ച് നടന്നതുകൊണ്ടാണ് ബ്രാൻഫോർഡിനെ ദ ടെലിഫോൺ സിറ്റി എന്ന് അറിയപ്പെടുന്നത്. വീടിൻ്റെ ഇങ്ങനെ ജസ്റ്റ് വീട് നടന്നു വരുമ്പോൾ അതിൻ്റെ യാർഡിലുള്ള സെയിം നെക്സ്റ്റ് ബിൽഡിങ്ങിലാണ് ഫസ്റ്റ് ടെലിഫോൺ കമ്പനി ഓഫ് ദ വേൾഡ് ഉണ്ടായിരുന്നത്. ഇതാണ് ബെൽ ടെലിഫോൺ കമ്പനി. ആൻഡ് ആക്ച്വലി വോയിസ് ഓവർ ഈസ് നോട്ട് വർക്കിംഗ് വെരി വെൽ. ഇവിടെ ഫുള്ളായിട്ട് കാനഡാസ് ഫസ്റ്റ് ടെലിഫോൺ ബിസിനസ് ഓഫീസ്. കാനഡ ഞാൻ വെച്ചാൽ വേൾഡിലെ ഫസ്റ്റ് ആണ്. മേ ബി വേൾഡ് ഫസ്റ്റ്, ഐ ഡോണ്ട് നോ. കാനഡാസ് ഫസ്റ്റ് ടെലിഫോൺ ബിസിനസ് ഓഫീസ്. കാലത്ത് ടെലിഫോൺ ബിൽ പേ ചെയ്യാനും ടെലിഫോൺസ് ലീസ് And the first telephone you could get for your house is right there. That is what it looked like. So with these wooden boxes, you were speaking, and then you were moving it back to your ear. You had to keep going back and forth. If you think back to when we were in Alec's room, and the third transmitter with the long mouthpiece, that's what's inside these boxes. Remember, he altered it for two-way communication, so you could talk back and forth. And until the late 1940s, early 1950s, you couldn't make a phone call on your own. You needed the operator to do it because there were no numbers. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു ഓപ്പറേറ്ററെ വിളിച്ചിട്ട് എങ്ങനെയാണ് ഫോൺ കോൾ ചെയ്തിരുന്നത്. When I give you the signal, turn that crank clockwise just a couple of times. Did you see what happened when he turned it? Yeah. He would take one of these plugs, plug it in, turn the switch on, and the only thing she would say to you is number, please. She would plug into that person's number and using the same switch, ring up their phone. Which is what I just did. And you can have a telephone conversation. The other party picked up. The operator would put the switch in what I call neutral, which means she can't hear what you're saying. Because the operators were not supposed to listen in on people's phone calls. Okay. അയലൻ അങ്ങനെ ഓപ്പറേറ്റേഴ്സ് ഡെസ്കിലിരിക്കുകയാണ്. ഇതിങ്ങനെ കണക്ട് ചെയ്ത് മുമ്പേ കാണിച്ചു പോയത്. അതെ, ഓപ്പറേറ്റർ അല്ല. അയ്യോ വെല്ലടിച്ചു. പഴയ ഫോണിനെ കറക്കി പോകുന്നു. അതെ, പണ്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പാണ്. ഈ ക്രാങ്കാണ് അപ്പോൾ കൊച്ചു കറക്കി. ഈ ക്രാങ്ക് കറക്കിയപ്പോഴാണ് ഓപ്പറേറ്ററിന് കോൾ പോയത്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് റൂമിൽ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറെ ടെലിഫോണിന്റെ മോഡൽസ് നമുക്ക് കാണാൻ പറ്റും. നാട്ടിൽ
നൈസ്. ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഗ്രാൻഡ് റിവറാണ്. ആൻഡ് ഗ്രാൻഡ് റിവറിൻ്റെ സൈഡിൽ ഇരുന്നാണ് പുള്ളീൻ്റെ തിങ്കിങ് സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് കാണിച്ചു തരാതെ. ഇപ്പം നമ്മൾ ആ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാൻഡ് റിവറും അലക്സാണ്ടർ ഗ്രഹാം ബെല്ലും തിങ്കിങ് സ്പേസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ തിങ്കിങ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കിലാണ്. നേരത്തെ ഇത് ആക്ച്വലി റിവറിൻ്റെ അടുക്കലേക്ക് പോകായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള സോയിൽ ഇറോഷൻ കാരണം ഇപ്പം അതൊരു ക്ലിഫ് കണക്കായി. സോ അതാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. ഫസ്റ്റ് വരുമ്പോൾ ഓഫീസിൽ പോയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കനു ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പേ ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഞങ്ങൾ വെബ്സൈറ്റ് നോക്കിയപ്പോൾ ശരിക്കും ബുക്കിങ്ങിനൊന്നും കണ്ടില്ല. ഇവർ ഫോൺ വിളിച്ച് പ്രീ ബുക്ക് ചെയ്തിട്ട് വന്നാൽ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ ടൂറിലൊക്കെ കയറാനൊക്കെ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ആദ്യമേ ശരിക്കും പറഞ്ഞാൽ പ്രീ ബുക്ക് ചെയ്ത് വരണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് പ്രീ ബുക്ക് ചെയ്തിട്ട് വരിക, അല്ലെങ്കിൽ ഓൺലി എല്ലാ 1 അവറിലും ടൂർ ഉണ്ട്, പക്ഷേ 8 പേരെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യമേ അറിയത്തില്ലായിരുന്നു പ്രീ ബുക്ക് ചെയ്യണമെന്ന്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ആ ടൈം സ്ലോട്ടിൽ കയറേണ്ട ആൾക്കാർ വരാത്തതോടാണ് ഞങ്ങൾക്ക് കയറാൻ പറ്റി ശരിക്കും പറഞ്ഞാൽ. സോ പ്രീ ബുക്ക് ചെയ്തിട്ട് വരാൻ ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാനഡയിൽ വരുവാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു ഞങ്ങൾ ആദ്യമേ വിചാരിച്ചു 10 മിനിറ്റ്സിൽ ഈ ടൂറെല്ലാം കഴിയുമെന്നാണ്. പക്ഷേ 10 മിനിറ്റ്സിലൊന്നും കഴിയില്ല. നമ്മൾ 2 o'clock വന്നിട്ട് ഇപ്പോൾ എത്രയായി? ഇപ്പോൾ 3:51 ആയി. അപ്പോൾ ഓൾമോസ്റ്റ് അത്രയും ടൈമുണ്ട്. പക്ഷെ നല്ല രീതിക്ക് ആ പുള്ളി എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തരും. സോ കിഡ്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ആക്ച്വലി ഇതൊരു നല്ല പ്ലേസ് ആണ്. കൊച്ചു പിള്ളേർക്ക് പഴയ ഫോണിലൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.